ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വസി. ഓൻ വരുന്നുണ്ട്. ഇതാണ് ഒരു സംഗതി പറയാൻ സമ്മതിക്കൂല. അതെന്താ ഞാൻ പറഞ്ഞു കൊടുത്താൽ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. കുറച്ച് പിന്നെ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയരുത്. അപ്പോൾ തുടങ്ങാം. ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുള്ളത് പുതിയ വീഡിയോ ആയിട്ടാണ്. പുതിയ യൂട്യൂബർക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, എൻ്റെ അനുഭവങ്ങൾ കുറച്ച് പങ്കുവെക്കാം എന്നൊക്കെ രീതിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോഴുള്ള വീഡിയോസൊന്നും യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായിട്ട് കുറേ സെർച്ച് ചെയ്തു, ഒരുപാട് നോക്കി എന്ത് ചെയ്യണമെന്ന് ഞാൻ കുറേ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് YT സ്റ്റുഡിയോയിൽ കുറച്ച് സെറ്റിങ്സൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ പിന്നീട് എനിക്ക് വന്ന മാറ്റങ്ങൾ ഒരുപാടാണ്. ഒരുപാട് പേർക്ക് അറിയില്ല, പുതിയ യൂട്യൂബർക്കൊന്നും ഒരുപാട് അറിയില്ല. കാരണം നമ്മൾ വ്യൂസ് കയറുന്നില്ല, സബ്സ്ക്രൈബർ കയറുന്നില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വീഡിയോസ് അത് റീച്ച് ആവണില്ല, അതൊരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുപോലെ അനുഭവമാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബർ ഉള്ളതുകൊണ്ടോ ഞാൻ ഇതിൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ടോ അല്ല, എൻ്റെ അനുഭവം ഒന്ന് പങ്കുവെക്കാം എന്ന് വിചാരിച്ചു ഞാൻ. കാരണം വെച്ചാൽ ഫസ്റ്റ് ടൈം നമുക്ക് ഒരുപാട് പേടി, ഡെയിലി വീഡിയോ ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതും നമ്മളെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സപ്പോർട്ടും അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ല. അത് നമ്മൾ അറിയാതെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്തു തരുന്ന യൂട്യൂബ് ചെയ്തു തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് റീച്ച് കിട്ടും, വ്യൂസ് കിട്ടും, സബ്സ്ക്രൈബർ ഉണ്ടാവും, നമ്മൾ വീഡിയോസ് ഒരുപാട് ഇഷ്ടപ്പെടും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് എൻ്റെ വീഡിയോസിനോട് താല്പര്യമുണ്ട്, ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് കമൻറ്റായിട്ട് അയച്ചാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കണം. എന്നാലേ എനിക്ക് എൻ്റെ വീഡിയോസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്തായാലും ഫുള്ളായിട്ട് കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ YT സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്തിട്ടാണ് എനിക്ക് ഇതേപോലെ മാറ്റം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കാണാം. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം നമ്മളെ പ്രൊഫൈൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം അവിടെ കാണുന്ന നമ്മളെ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണാം. ആ പെൻസിലിൻ്റെ ചിഹ്നം കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം അവിടെ ഹോം ടാബ് എന്ന് കാണാം, അടിയിൽ കാണാം ഹോം ടാബ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹോം ടാബ് എന്ന് പറഞ്ഞ ഭാഗം ഓൺ ആണോ ഓഫ് ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഓൺ ആക്കണം. അതിൻ്റെ അടിയിലുള്ള ഫോർ യു എന്ന് പറയുന്ന ഭാഗം കൺഫേം ആയിട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ കിട്ടൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം അടിയിൽ കാണുന്ന മോർ സെറ്റിങ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീംസ് എന്ന് കാണും. അത് ഫുൾ ഓപ്പൺ ആണോ ഓൺ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഓൺ ആക്കി വെക്കണം. അതിനുശേഷം ആൾ കോണ്ടാക്റ്റ് എന്നും കാണാം. അതിൻ്റെ അടിയിൽ റീസെൻറ്റ് കണ്ടൻറ്റ് ഓൺലി എന്ന് കാണാം. പക്ഷേ നിങ്ങൾ എപ്പോഴും ഓൺ ആക്കിയിട്ടുണ്ടായിരിക്കുന്നത് ആൾ കണ്ടൻറ്റ് എന്ന് മാത്രമേ ഓണാക്കാൻ പാടുള്ളൂ. എന്നാലേ എല്ലാ കണ്ടൻറ്റും നിങ്ങൾക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ടോ എന്ന് മിക്കവാറും ചെക്ക് ചെയ്യാം. പുതിയ ഒരു ബിഗിനേഴ്സായ യൂട്യൂബർക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരുപാട് യൂട്യൂബർ ഇതൊന്നും ഓപ്പൺ ആക്കണില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ആർക്കും അറിയില്ല. അപ്പോൾ ഇത് ഒരുപാട് ശ്രമിച്ചിട്ടാണ്. എനിക്ക് അനുഭവം ഉണ്ട്. ഞാനിത് ഓണാക്കിയതിന് ശേഷം എൻ്റെ യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ട്. അത് കാരണത്താൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ എൻ്റെ ഫാമിലിക്കായി ഫ്രണ്ട്സിനായിട്ട് അറിയിക്കുക എന്ന് ഞാൻ വിചാരിച്ചത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു പുതിയ യൂട്യൂബറിന് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഇതിന് നമ്മൾ റെക്കമെൻഡേഷൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം. പിന്നെ അതേമാതിരി സെറ്റിങ്സിൽ പോയിട്ട് കുറച്ച് സിസ്റ്റം മാറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യാനുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് തന്നെ കാണണം വേണം എന്നുണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എനിക്ക് അറിയണ ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ അനുഭവങ്ങൾ ഒരുപാട് ഞാൻ പങ്കുവെക്കുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഈ വീഡിയോസ് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്നാലേ എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ അതിലൊന്നും കൂടി പെർഫോമൻസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ അത് കാരണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം.
എൻ്റെ വീഡിയോസ് എന്തെങ്കിലും മെച്ചപ്പെടുത്തണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലോ അത് നിങ്ങൾക്കാണ് തോന്നുന്നത്. ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടോ കുറവുകളുണ്ടോ എന്തെങ്കിലും മാറ്റം വരുത്തണോ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. കാരണം ഞാനും ബിഗിനേഴ്സാണ്, അതുകൊണ്ട് എനിക്കും ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ വലിയ യൂട്യൂബേഴ്സ് ചെയ്യണ മാതിരി എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എന്നെ യൂട്യൂബിൽ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കാരണം എന്നാലും എനിക്ക് ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ വണക്കം.